പാലാരി വട്ടത്ത് വെച്ച് ഈ റിജോയ് ബിക്സനെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പേരെയും 4.5 ഗ്രാം MDMA ആയിട്ട് നമ്മുടെ പോലീസ് ഇന്ന് പിടിച്ചിട്ടുണ്ട്. അതിൽ ഈ റിജോയ് ബിക്സൺ എന്ന് പറഞ്ഞ ഒരാൾ മുമ്പ് കേസിൽ പെട്ടിട്ടുള്ള ആളാണ്. അലക്സ്, ആലുവാക്കാരനൊരു അലക്സ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഇവർ പരിചയക്കാരായിരുന്നു. ഇവരൊരുമിച്ച് MDMA മയക്കുമരുന്ന് വിൽപ്പനക്കാരായിരുന്നു എന്ന് അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട്. ഇവനെ മിനിങ്ങാന്ന് അവിടെ മരട് വെച്ച് കണ്ടു. അപ്പോൾ ആ പൈസ കൊടുക്കാത്തതിലുള്ള വിരോധം കൊണ്ടൊരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി. നമസ്കാരം. എറണാകുളം പാലാരിവട്ടം പോലീസ് 2 യുവാക്കളെയും യുവതികളെയും MDMAയുമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എറണാകുളം മരട് സ്വദേശി റിജോയ്, ബിനു, ഇവരുടെ പങ്കാളികളായിട്ടുള്ള സാന്ദ്രാഞ്ജലി, പാർവതി എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. അങ്ങനെ പാലാരിവട്ടം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിൽ സാന്ദ്രാഞ്ജലി എറണാകുളത്തെ ഒരു ക്ലിനിക്കിൽ അനസ്തേഷ്യോളജിസ്റ്റാണ്. ബാക്കി ഇതിൽ റിജോയ് വിദേശത്ത് നിന്നും വന്നിട്ടൊരു 11 മാസമായി. പിന്നീട് ഇവരുടെ ലഹരി വിൽപ്പന നടത്തുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ ഇടപാടുകാരാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ റിജോയിയെ മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഒരു കാറിൽ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയി. ഇത് ഒരു ഡെലിവറി ബോയ് കണ്ടു. ഈ ഡെലിവറി ബോയ് തട്ടിക്കൊണ്ടുപോയ കാറിൻ്റെ നമ്പർ അടക്കം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് അങ്ങനെ FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. പോലീസിന് വലിയ തലവേദനയായി. ആരെയാണ് തട്ടിക്കൊണ്ടുപോയത്, എവിടേക്കാണ് പോയത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു. ചൂട് പിടിച്ച ചർച്ചകളും പരിശോധനകളും അന്വേഷണവും ഒക്കെ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ ഡാൻസ് ഓഫ് സംഘം ഈ റിജോയിയെ പറ്റി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. റിജോയ് നേരത്തെ തന്നെ MDMA കേസുകളിലൊക്കെ പെട്ട ആളാണ്. MDMA കച്ചവടക്കാരനാണ്. ഇയാളെ ഇങ്ങനെ നിരീക്ഷിച്ച് വരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ചളിക്കവട്ടത്തെ ഇയാളുടെ സുഹൃത്തിൻ്റെ താമസ സ്ഥലത്ത് നിന്നും പിടികൂടുകയായിരുന്നു. ആ സമയത്താണ് ഈ ബിനുവും പാർവതിയും സാന്ദ്രാജിയും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഇയാളെയാണ് മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത് എന്ന്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് എന്ന ചോദ്യത്തിൽ അലക്സ് എന്ന ഇയാളുടെ MDMA കച്ചവടം നടത്തുന്ന ഒരു സുഹൃത്താണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇയാൾ കൃത്യമായി അതിൻ്റെ കാര്യം പറഞ്ഞു. അതായത് പണമിടപാട് തമ്മിലുള്ള തർക്കമായിരുന്നു. MDMA വിറ്റതിന് ശേഷം അതിൻ്റെ തുക ഇയാൾക്ക് അലക്സിന് കൊടുത്തില്ല. അങ്ങനെ അലക്സിന് കൊടുക്കാതിരുന്നതോട് കൂടിയിട്ടാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഏകദേശം ഒരു 4 മണിയോട് കൂടിയിട്ട് ഈ പണം സെറ്റിൽ ചെയ്തു. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടാണ് ഈ ബിനു എന്ന സുഹൃത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഇയാളുടെ കൈവശം ഈ അലക്സിൻ്റെ കയ്യിൽ നിന്നും അപ്പോൾ വാങ്ങിയ ഒരു 4.5 ഗ്രാമോളം MDMA ഉണ്ടായിരുന്നു. ആ MDMAയുമായിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തി പാർവതിയും സാന്ദ്രാഞ്ജലിയും ബിനുവും കൂടി ഒരുമിച്ചിരുന്ന് ഇത് ഉപയോഗിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തുന്നതും ഇവരെ പിടികൂടുന്നതും. അങ്ങനെ അവരെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും നാർക്കോട്ടിക് സെൽ ACP TD സുനിൽകുമാർ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും. സംഭവം 4.5 ഗ്രാം MDMA ആയിട്ട് ഇന്ന് 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ. ഇത് ബിജോയ് റെക്സൺ എന്ന ഒരാളെ നമ്മുടെ മരട് പോലീസ് സ്റ്റേഷനിൽ ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്നും പറഞ്ഞൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയെപ്പറ്റി അന്വേഷണം നടത്തി വരവെയാണ് പാലാരി വട്ടത്ത് വെച്ച് ഈ റിജോയ് ബിക്സനെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പേരെയും 4.5 ഗ്രാം MDMA ആയിട്ട് നമ്മുടെ പോലീസ് ഇന്ന് പിടിച്ചിട്ടുള്ളത്. അതിൽ 2 ലേഡീസുണ്ട്, 2 മെന്നാണ്, 2 പുരുഷന്മാരുമാണ്. ഒന്ന് ഒരു റിജോയ് ബിക്സൺ, പിന്നെ ഉള്ളത് ഒരു ബിബിനുണ്ട്, പിന്നെ ഒരു പാർവതി ഉണ്ട്, പിന്നെ ഒരു സാന്ദ്ര എന്ന് പറഞ്ഞ ഒരു ലേഡി. ഈ റിജോയ് ബിക്സൺ എന്ന് പറഞ്ഞ ഒരാൾ മുമ്പ് കേസിൽ പെട്ടിട്ടുള്ള ആളാണ്. നേരത്തെ കേസൊന്നും ഇല്ല. ഇപ്പോൾ ഇവരെല്ലാവരും ഈ പാർട്ട്ണർമാരാണ്. ഇത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇവരിത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന. അതെ, റിജോയ്ക്ക് നേരത്തെ കേസുണ്ട്. നേരത്തെ ക്രൈമിൽ പെട്ടിട്ടുള്ള ആളാണ്. തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു അലക്സ്, ആലുവാക്കാരനൊരു അലക്സ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഇവർ പരിചയക്കാരായിരുന്നു. ഇവരൊരുമിച്ച് MDMA മയക്കുമരുന്ന് വിൽപ്പനക്കാരായിരുന്നു എന്ന് അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൊടുക്കൽ വാങ്ങൽ, പണം സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു. ആ പണം അലക്സിന് ഈ റിക്സൺ കൊടുത്തില്ല. അപ്പോൾ അത് ചോദിച്ചു ഇവനെ മിനിങ്ങാന്ന് അവിടെ മരട് വെച്ച് കണ്ടു. അപ്പോൾ ആ പൈസ കൊടുക്കാത്തതിലുള്ള വിരോധം കൊണ്ടൊരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി.
അതാണ് പരാതി. അത് കഴിഞ്ഞ് വിട്ടയച്ചതിന് ശേഷമാണ് ഇവർ പാലാരിവട്ടത്ത് വന്ന് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു, ഫ്ലാറ്റ്. അവിടെ വെച്ചാണ് ഈ 4 പേരെയും കിട്ടുന്നത്. അലക്സിനെ പറ്റിയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കോഴിക്കോട് 2 അധ്യാപികമാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് MDMAയുമായി. ഇപ്പോൾ ഒരു അനസ്തേഷ്യോളജിസ്റ്റ്, മെഡിക്കൽ രംഗത്തൊക്കെ ഉള്ളവരൊക്കെ ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്നവരാണ് എന്നറിയുമ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുകയാണ്. ഇവരുടെയൊക്കെ അടുത്ത് എങ്ങനെയാണ് പഠിക്കാൻ കുട്ടികളെ വിടുന്നത്, അല്ലെങ്കിൽ ചികിത്സിക്കാനായി പോകുന്നത് എന്നൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും പോലീസിൻ്റെ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡാൻസ് ഓഫ് സംഘം ഈ കഴിഞ്ഞ ദിവസം ഈ പ്രതികളെ പിടികൂടിയത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.